Welcome to Garam Masala, the magic spices of cooking. മൊസൈക് പോള. ഇന്ന് നമുക്ക് മൊസൈക് പോള തയ്യാറാക്കിയെടുക്കാം. ബ്രെഡും ബനാനയും ഉപയോഗിച്ചാണ് ഞാനിവിടെ ഈ പോള തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കണം. ഇതിലോട്ട് നമുക്ക് 10 കാഷ്യൂ നട്ട്സ്, 2 ടേബിൾ സ്പൂൺ റൈസൻസ് ഇവ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് റൈസൻസ് കൂടെ ചേർക്കാം. ഇതിനെ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ റൈസൻസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. അടുത്തതായി നമുക്ക് 2 മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. ഇതിനെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. ഏകദേശം 2 കപ്പ് നേന്ത്രപ്പഴം ചോപ്പ് ചെയ്തെടുത്തതുണ്ട്. നമുക്കിതിനെ ബാക്കിയുള്ള നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം. നമ്മുടെ നേന്ത്രപ്പഴവും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 4 സ്ലൈസ് ബ്രെഡ് എടുക്കാം. ഈ ബ്രെഡിനെ ചെറിയ ക്യൂബ്സ് ആക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമ്മുടെ ബ്രെഡ് പീസസ് ചേർത്ത് കൊടുക്കണം. ഇനി ഈ ബ്രെഡ് പീസസിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് പീസസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് 3 മുട്ടയാണ് എടുക്കേണ്ടത്. മുട്ടയെ നമുക്കൊരു വെസലിലോട്ട് എടുക്കാം. ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇവ കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് മുട്ടയുമായി നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ കൂടെ നന്നായി ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മിക്സിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഈ ബ്രെഡ് പീസസിനെ നമുക്ക് ഇതുമായി നന്നായി ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു സോസ് പാൻ എടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കി എടുക്കണം. നമുക്ക് ഈ സോസ് പാനെ ഒന്ന് ചുഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിനെ സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ബ്രെഡ് പീസസ് കാണുന്നത് പോലെ വേണം മുകൾ ഭാഗം വെക്കാൻ. ഇതിന്റെ മുകളിലായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസൻസും സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിനെ അടച്ചു വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. വെരി ലോ ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മൊസൈക് പോള തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ സോസ് പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബനാന ബ്രെഡ് മൊസൈക് പോള തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം. താങ്ക് യു.